നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിൽ ഒന്നിലധികം കേന്ദ്ര ഏജൻസികളുടെ സമാന്തര അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ വർഷങ്ങളായി കണ്ടെത്താനാകാതെ പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ സംഘടനയുടെ ആസ്ഥാനമായി അൽഫല സർവകലാശാല എങ്ങനെ മാറിയെന്ന് അന്വേഷിക്കാൻ ഫരീദാബാദ് പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ SITയെ രൂപീകരിച്ചിരിക്കുകയാണ്. 2 ACPമാരുടെ നേതൃത്വത്തിലും ഒരു ഇൻസ്പെക്ടറുടെയും 2 സബ് ഇൻസ്പെക്ടർമാരുടെയും പിന്തുണയോടെ SIT സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ, ഫണ്ടിംഗ് രീതികൾ, സാധ്യമായ പിന്തുണാ ശൃംഖലകൾ എന്നിവയെല്ലാം കുറിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കുറ്റാരോപിതരായ ഡോക്ടർമാർക്ക് സർവകലാശാലയെ സുരക്ഷിത കേന്ദ്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതെങ്ങനെ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തും. ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ലഭിച്ചു, എങ്ങനെ അവ സംഭരിച്ചു, എങ്ങനെ കൊണ്ടുപോയി എന്നതെല്ലാം അന്വേഷിക്കും. SIT എല്ലാ വശങ്ങളും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സർവകലാശാലയുടെ അന്തരീക്ഷം എങ്ങനെയാണ് ഒരു തീവ്രവാദ ഘടകം വർഷങ്ങളായി കണ്ടെത്തപ്പെടാതെ വളരാൻ അനുവദിച്ചതെന്ന് പരിശോധിക്കാൻ ഫരീദാബാദ് പോലീസ് കമ്മീഷണർ സതേന്ദർ കുമാർ ഗുപ്ത SITയോട് നിർദ്ദേശിച്ചു. സ്ഫോടന കേസ് പുറത്തുവന്നതിനു ശേഷം ഫണ്ടിംഗ് ചാനലുകൾ, സംശയിക്കപ്പെടുന്നവരുടെ നീക്കം, സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പിന്തുണ, നിരവധി ഫാക്കൽറ്റി അംഗങ്ങളുടെ തിരോധാനം എന്നിവയെക്കുറിച്ചെല്ലാമുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷകർ ശേഖരിച്ചു വരികയാണ്. അൽഫല മെഡിക്കൽ കോളേജ് മുമ്പ് ഒരു പ്രധാന തീവ്രവാദ കേസിൽ ഉൾപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. കോളേജിൽ നിന്ന് B.Tech ബിരുദധാരിയായ മിർസ ഷദാബ് ബേഗ് രാജ്യത്തുടനീളമുള്ള നിരവധി നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടത്തിയതായി ആരോപിക്കപ്പെട്ടിരുന്നു. ഖോരഗ്പൂർ, ജയ്പൂർ, സൂറത്ത്, അഹമ്മദാബാദ് എന്നിവ ഈ നഗരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഷദാബിന്റെ കേസ് മുതൽ കോളേജ് അന്വേഷണ ഏജൻസികളുടെ പരിശോധനയിലാണ് ഇപ്പോൾ. ഇതേസമയം അൽഫല ഗ്രൂപ്പ് ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി 415 കോടി രൂപയുടെ $1.4 ബില്യൺ തട്ടിപ്പ് നടത്തിയെന്നും വിദേശത്തേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നെന്നും ദേശീയ അന്വേഷണ ഏജൻസി NIA അറിയിച്ചു. ഡൽഹി സ്ഫോടനങ്ങളിൽ ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുടെ പങ്ക് NIAയും EDയും അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ ചൊവ്വാഴ്ച രാത്രി വൈകി ED അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കിയ സിദ്ദിഖിയെ 13 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടു. ജവാദ് അഹമ്മദ് സിദ്ദിഖിയുടെ അടുത്ത കുടുംബാംഗങ്ങളിൽ പലരും ഗൾഫ് രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം വിടാൻ ഇയാൾക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. വിദേശത്ത് ഒളിച്ചിരിക്കാൻ പലപ്പോഴും അവസരങ്ങളും ഉണ്ടായിരുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സ്ഫോടന കേസിൽ അന്വേഷണ ഏജൻസികൾ മറ്റൊരു പ്രധാന നടപടി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അൽഫല മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തു. ഈ ഡോക്ടർമാരെ ഡോക്ടർ ജുനൈദ് യൂസഫ്, ഡോക്ടർ നാസിർ റാഷിദ് എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇരുവരും വളരെ കാലമായി കോളേജിൽ ജോലി ചെയ്തു വരികയാണ്. അന്വേഷണ സംഘത്തിന്റെ അഭിപ്രായത്തിൽ ഇരുവർക്കും തീവ്രവാദ ശൃംഖലകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇതേ കോളേജിലെ 4 ഡോക്ടർമാരുടെ പേരുകൾ മുമ്പ് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അറസ്റ്റുകളുടെ പരമ്പരയെ തുടർന്ന് അൽഫല കോളേജ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമായിരിക്കുകയാണ്. കോളേജുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും വളരെ കാലമായി അവരെ സഹായിക്കുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ചെങ്കോട്ട സ്ഫോടന കേസിൽ ഇതുവരെ നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ശൃംഖലയിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ആരൊക്കെയാണ് ഉൾപ്പെട്ടതെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഏജൻസികൾ. നിലവിൽ 2 ഡോക്ടർമാരെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല. ഡൽഹി സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിലെ ധൌജ് ഗ്രാമത്തിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ബോംബുകൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ച ഫ്ലോർ മില്ലും ഗ്രൈൻഡറും ഇലക്ട്രോണിക് മെഷീനുകളും ദേശീയ അന്വേഷണ ഏജൻസി NIA കണ്ടെടുത്തു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സ്ഫോടന സംഭവത്തിലെ പ്രതി ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഖാനിയുടെ സുഹൃത്തായ ടാക്സി കാർ ഡ്രൈവറുടെ ഫരീദാബാദിലുള്ള വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഫരീദാബാദിലെ തന്റെ വാടക വീട്ടിൽ വെച്ച് മുസമ്മിൽ ഉപയോഗിച്ചിരുന്നതാണ് ഫ്ലോർ മിൽ എന്ന് പരിശോധനയിൽ വ്യക്തമായി. നേരത്തെ ഇവിടെ നിന്ന് 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള രാസസ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. യൂറിയ പൊടിക്കുന്നതിനും രാസവസ്തുക്കളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കുന്നതിനുമാണ് ഫ്ലോർ മിൽ ഉപയോഗിച്ചിരുന്നത്. നവംബർ 10 ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ നിർണായക പങ്കുണ്ടെന്ന് കണ്ടെത്തി മുസമ്മിലിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേസമയം ചെങ്കോട്ട ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് തങ്ങളുടെ ന്യൂനപക്ഷ പദവി വ്യാപകമായി അന്യായമായി ചൂഷണം ചെയ്തതായും തെളിഞ്ഞിട്ടുണ്ട്.
ന്യൂനപക്ഷ സ്ഥാപനം എന്ന വ്യാജേന ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്നും അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിൽ നിന്നും തുടർച്ചയായി സ്കോളർഷിപ്പുകൾ നേടിയിട്ടുണ്ട്. നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചു. വിവരങ്ങൾ അനുസരിച്ച് അൽഫലാഹിന് UGCയുടെ 12B പദവി ഇല്ല. UGCയുടെ 12B പദവി എന്നത് 1956 UGC നിയമത്തിലെ സെക്ഷൻ 12B പ്രകാരം ഒരു സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. ഈ പദവി ലഭിക്കുന്നതോടെ കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനും ഗവേഷണത്തിനുള്ള പ്രോജക്റ്റുകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വളരെയധികം പ്രയോജനകരമാകുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കും. പക്ഷേ ഈ പദവി അൽഫലാഹിനില്ല. എന്നിട്ടും സർക്കാർ പദ്ധതികളുടെ പൂർണ്ണ പ്രയോജനം അവർ നേടിയിട്ടുണ്ട്. 2016 കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്ന് 10 കോടി രൂപയുടെ സ്കോളർഷിപ്പ് ലഭിച്ചു. 2015 2600 വിദ്യാർത്ഥികൾക്കായി 6 കോടി രൂപ ലഭിച്ചു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾക്കായി 2015 ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് 1 കോടി 10 ലക്ഷം രൂപയും ലഭിച്ചു. 2014 ഹരിയാന സർക്കാരിൽ നിന്ന് അൽഫലാഹിന് സ്വകാര്യ സർവകലാശാല പദവി ലഭിച്ചു. ആ വർഷം അതിലെ 350 ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്ന് സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ തുടങ്ങി. ഒരു വർഷം മുമ്പ് 2013 അത്തരം വിദ്യാർത്ഥികളുടെ എണ്ണം 1144 ആയിരുന്നു. 2011 AICTE അതിന്റെ ലബോറട്ടറികൾക്കായി പ്രത്യേക സാമ്പത്തിക സഹായം നൽകി. 1997 സ്ഥാപിതമായതു മുതൽ അൽഫല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30(1) പ്രകാരം ന്യൂനപക്ഷ പദവി നൽകിയിട്ടുണ്ട്. കൂടാതെ ഫരീദാബാദിലെ ധൗജ് ഗ്രാമത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കേണ്ടി വരുമ്പോഴെല്ലാം അവർ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. 2007 ഹരിയാന സർക്കാർ അൽഫല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയോട് അതിന്റെ 40% സീറ്റുകൾ ന്യൂനപക്ഷ ഇതര വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ ന്യൂനപക്ഷ പദവിക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നു. സംവരണ നയം അടിച്ചേൽപ്പിക്കുന്നത് അതിന്റെ അവകാശങ്ങളും സ്വയംഭരണവും കവർന്നെടുക്കാനുള്ള ശ്രമമാണെന്ന് അവർ വാദിച്ചു. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷൻ അൽഫല ആഗ്രഹിച്ചതുപോലെ ചെയ്യുകയും ചെയ്തു. സുപ്രീം കോടതി ഉത്തരവ് ഉദ്ധരിച്ച് സംസ്ഥാന സർക്കാരിന്റെ നടപടി ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. 2010 ഹരിയാന സർക്കാർ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി നിഷേധിച്ചതിനെതിരെ അതേ സ്ഥാപനവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അൽഫല സ്കൂളും അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റും അപ്പീൽ നൽകിയപ്പോൾ 2011 NCMEI അനുകൂലമായി വിധിക്കുകയും ചെയ്തു. NOC സ്വീകരിക്കാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും പ്രസ്താവിച്ചു. അതുപോലെ 2012 NCMEA അവരുടെ മറ്റൊരു സ്ഥാപനമായ ബ്രൗൺ ഹിൽസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് അനുകൂലമായി ഹരിയാന സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് 2015 ധൗജിൽ ഒരു മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ NOC നൽകുന്നില്ല എന്ന് അൽദല ഗ്രൂപ്പ് വീണ്ടും NCMEIയോട് പരാതിപ്പെട്ടിരുന്നു. NCMEI ഹരിയാന സർക്കാരിന്റെ മെഡിക്കൽ വകുപ്പിനെ ശാസിക്കുക മാത്രമല്ല അൽഫലാഹിന്റെ ആഗ്രഹപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന നോർത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് അൽഫല യൂണിവേഴ്സിറ്റിയെ ഒഴിവാക്കിയതായി റിപ്പോർട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഉടനീളമുള്ള 84 യൂണിവേഴ്സിറ്റികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നവംബർ 22 അൽഫല യൂണിവേഴ്സിറ്റിയും മാനവ് രചന യൂണിവേഴ്സിറ്റിയും തമ്മിൽ നടക്കാനിരുന്ന മത്സരം റദ്ദാക്കി. അന്വേഷണവും സുരക്ഷാ ആശങ്കകളും മുൻനിർത്തിയാണ് സംഘാടകർ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.